ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ്. ബീഫ് മക്രോണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് ഈ മക്രോണി. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടും അതുപോലെ മട്ടൻ വെച്ചിട്ടും വെജിറ്റബിൾ വെച്ചിട്ടും എഗ്ഗ് വെച്ചിട്ടും ഒക്കെ ഈ മക്രോണി തയ്യാറാക്കാം. ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഈ മക്രോണി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് മക്രോണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. 2 കപ്പ് മക്രോണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മക്രോണിയിൽ നമ്മൾ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു 5-6 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പിടി മല്ലിയില, 2 ടൊമാറ്റോ, അല്പം കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് മസാലക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്രോണി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ മക്രോണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ വെള്ളത്തിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ തന്നെ ഊറ്റിയെടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ചോറിൻ്റെ വെള്ളം കളയുന്നത് എങ്ങനെയാണോ അതുപോലെ ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മക്രോണി തയ്യാറാക്കിയ ആ പാത്രത്തിലോട്ട് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഊറ്റിയെടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ മാറ്റിയ ആ വെള്ളം നല്ല കൊഴുത്ത വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശവശപ്പൊക്കെ ഇതിൻ്റെ പുറത്തുണ്ടാവും. അതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ, സാധാരണ നോർമൽ വാട്ടറാണ് അതിലൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ നിന്നും നമുക്കിത് കോരി മാറ്റാം. പിന്നെ എല്ലാവരും മക്രോണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക. എന്നാൽ ഒട്ടിപ്പിടിക്കാതെ നല്ല വേറെ വേറെ ആയിട്ടുള്ള മക്രോണി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതോടുകൂടി തന്നെ അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബീഫൊക്കെ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് കുക്കായിക്കോളും. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും സാധനങ്ങളാണ് ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ശേഷം ഈ ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ബീഫ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 3 വിസിൽ തന്നെ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി മക്രൂണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മസാല ആദ്യമായിട്ട് ഞാനൊരു പാനിലോട്ട് മാറ്റുകയാണ്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ആഡ് ചെയ്യാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രൂണി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ മസാലയും മക്രോണിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മസാല അടിയിൽ നിന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മസാലയും മക്രോണിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.